ഈശോയ്ക്കും മാതാവിനും ഒരു കോടാനുകൂടി നന്ദി പറയുന്നു. ഈ സന്നിധിയിൽ വന്ന് ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നതിന് കൃപാസന മാതാവിന് ഒത്തിരി നന്ദി പറയുകയാണ്. എൻ്റെ പേര് സ്റ്റെല്ല, എൻ്റെ ഭർത്താവ് ഷിജു, എൻ്റെ മൂത്ത മോൻ ഏബൽ, അബിഗേൽ, അഡ്രിയേൽ, ആഞ്ചലോ. മെയിനായിട്ട് ഞങ്ങളുടെ ഏറ്റവും ഇളയ മോൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്. രാവിലെ 9:30 ആയപ്പോഴാണ് ഫ്ലൈറ്റിൽ വന്നത്. ഇന്നിവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് തിരിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങളിവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നത്. ഞങ്ങളുടെ ഇളയ മോൻ്റെ ഈ സാക്ഷി എന്ന് പറയുന്നത് 2023 പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു വിഷമങ്ങളും ക്ലേശങ്ങളും നിറഞ്ഞൊരു വർഷമായിരുന്നു. പക്ഷേ അതിലേറെ ഈശോയെയും മാതാവിനെയും കുറിച്ച് അറിയാനും ഈശോയിലേക്കും മാതാവിലേക്കും അടുക്കാനും ഉള്ളൊരു വർഷം കൂടിയായിരുന്നു അത്. ഈ മോൻ എന്ന് പറയുന്നത് ഞങ്ങൾ 2023 ഫെബ്രുവരിയിലാണ് ഇവനെ ഞാൻ പ്രഗ്നൻ്റ് ആയത്. അന്നേരം ഹോസ്പിറ്റലുകളിലൊക്കെ പോയി 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവൻ്റെ സ്കാനിങ്ങിലൊന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ എന്തായാലും ഒരു എക്കോഗ്രാഫിക് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 21 വീക്സിലെ സ്കാനിങ്ങിന് വേണ്ടി ചെന്നപ്പം ഞങ്ങൾക്കവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. ഞങ്ങളങ്ങനെ 22 വീക്സിലേക്കായി അപ്പോയിൻമെൻറ്റ്. അങ്ങനെ 22 വീക്സിലെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു സ്കാൻ ചെയ്യണം, എന്തെന്ന് വെച്ചാൽ കുട്ടിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ ഡോക്ടർ തന്നെ അടുത്ത ഒരു സ്കാനിങ്ങിലേക്ക് വേണ്ടിയുള്ള ഡേറ്റ് എടുത്തു തന്നു. പിന്നെ അത് 23 വീക്സിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 23 വീക്സിൽ പോയി അവിടുത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജി പ്രൊഫസേഴ്സിൻ്റെ അടുത്താണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്കാൻ ചെയ്തു. അവർ ഞങ്ങളോട് പറഞ്ഞത്, ഒരു കാരണവശാലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യരുത്, കൊച്ചിന് സ്പൈന ബൈഫിഡ, അർണോൾഡ് ക്യാരി, ക്ലബ് ഫുട്ട് എന്ന് വെച്ചാൽ സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞാൽ ഈ മോന് നട്ടലിൽ 3 കശേരുക്കളില്ല, അത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കാലുകൾ രണ്ടും പൂർണ്ണമായും വളഞ്ഞതാണ്. പിന്നെ തലച്ചോറ് താഴേക്ക് താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഉണ്ടായാൽ കുട്ടി അന്നേരം തന്നെ 2 തരത്തിലുള്ള വലിയ ഓപ്പറേഷനുകൾ ചെയ്യണം. പിന്നെ ഉണ്ടായാൽ തന്നെ അവൻ ജീവിതകാലം മുഴുവനും ട്യൂബ് ഇടണം മൂത്രത്തിൽ. പിന്നെ അവൻ ഓക്സിജൻ കണ്ടിന്യൂ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ആഴ്ച തന്നെ ഇത് അബോർഷൻ ചെയ്ത് കളയാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വിഷമത്തോടുകൂടി ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞത് 2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അബോർഷൻ ചെയ്ത് കളയാൻ വേണ്ടി അവർ സമ്മതിക്കുള്ളൂ. ഇറ്റലിയിൽ 21 വീക്സ് വരെ അവർ അബോർഷൻ ചെയ്യുകയുള്ളൂ, അതിനുശേഷം അവർ ചെയ്യത്തില്ല. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ബെൽജിയം, ഫ്രാൻസ് എന്നീ 2 രാജ്യങ്ങളിലേക്ക് പോകണം, അങ്ങനെ അവിടെ 2 മാത്രമേ ഇത് ചെയ്ത് കളയുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പോകാതെ ഞങ്ങൾ ഇന്ത്യയിലുണ്ടോയെന്ന് ഡോക്ടേഴ്സ് ചോദിച്ചു. ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു. അങ്ങനെ എനിക്ക് 23 വീക്സിൽ പോരാൻ പറ്റിയില്ല. 24 വീക്സും കഴിഞ്ഞ് 25 വീക്സിലാണ് ഞാൻ അവിടെ നിന്ന് ഇറ്റലിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് പോന്നു. ഇവിടെ വന്ന വഴി തന്നെ കോഴിക്കോടാണ് ഞങ്ങളുടെ വീട്. ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഉള്ള റൂം എടുത്ത് ഞങ്ങൾ അവിടെ കൂടി 5 ഹോസ്പിറ്റലുകളിലൂടെ കയറി ഇറങ്ങി ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട്. വളരെ വിഷമത്തോടു കൂടിയായിരുന്നു ഞാനും എൻ്റെ മമ്മിയുടെ അനിയത്തിയും എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ കൂടെ കയറി ഇറങ്ങി. ആരും എവിടെയും കുഞ്ഞിനെ അബോർഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. അവർ പറയുന്നത് 24 വീക്സ് കഴിഞ്ഞാൽ പിന്നെ ലീഗലി നമ്മുടെ ഇന്ത്യയിൽ ചെയ്യാൻ പാടില്ല ഇത്. അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് അവിടെയും അവർക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ബോർഡ് തീരുമാനിക്കണം, എന്നിട്ട് അതിനുശേഷം അവർ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചത്തോളം അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കെ ഞാൻ എൻ്റെ അങ്കിളും ആൻറ്റിയും വന്നപ്പം അവരെനിക്ക് മക്കിയാടുള്ള ഒരു അച്ഛൻ്റെ നമ്പർ തന്നു, ജോയി അച്ഛൻ്റെ. അച്ഛനെ വിളിച്ച് ഞാൻ ചോദിച്ചു ഒരു അഭിപ്രായം, എന്താ എനിക്കിത് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാരണവശാൽ നീ കുഞ്ഞിനെ കളയണ്ട, നീ പോയി പിറ്റേ ദിവസം മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്, അന്നേരം നീ പോയി മാതാവിനോട് പ്രാർത്ഥിക്കാൻ നിനക്കൊരു ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ മമ്മിയും കൂട്ടി പോയി. അന്നേരം കുർബാനയിൽ പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഒരിക്കലും എവിടെയും പോയി കുഞ്ഞിനെ കളയാൻ വേണ്ടി എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈശോയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിനെ ഞാൻ കളയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പിറ്റേ ആഴ്ചത്തെ തന്നെ ഞങ്ങൾ ഓഗസ്റ്റ് 27 2023 ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്.
ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. നല്ല വയറുണ്ടായിരുന്നു, എനിക്ക് 6 മാസമായിരുന്നു. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്ന് ഞാൻ വന്ന വഴിക്ക് തന്നെ ബസ് പല സ്ഥലത്തും സ്റ്റോപ്പായി പോയി, വളരെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ബസ്സിൽ തന്നെ അബോർഷനായി പോകുന്നു. പക്ഷേ മാതാവ് ഒരു കുഴപ്പം കൂടാതെ എന്നെ ഇവിടെ എത്തിച്ചു. തീർത്ഥാടന ഉടമ്പടി എടുത്തു. അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ എനിക്ക് കിട്ടി. അച്ഛൻ സൈത്തിൻ്റെ കയ്യിൽ പൂശിയിട്ട് വയറിൻ്റെ അടിഭാഗത്ത് പുരട്ടാൻ പറഞ്ഞു. ഒരു കുഴപ്പവും വരില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ആ ഒരാഴ്ച എനിക്ക് പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി പേപ്പറുകൾ കൊടുത്തു. പിന്നെ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ പൊതിച്ചോറും കൊണ്ട് പോയി കൊടുത്തു. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് പിന്നെ സെപ്റ്റംബർ 9-ാം തീയതി പിന്നെയും ഇറ്റലിയിലേക്ക് തിരിച്ചു കയറിപ്പോയി. അവിടെ ചെന്ന് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് PR റിസിപ്റ്റും കൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങനെ എനിക്ക് പോകാനുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ എല്ലാ എയർപോർട്ടുകളിലും എനിക്കുണ്ടായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു ഞാൻ പോയത് കൊണ്ട് ഒരു കുഴപ്പം കൂടാതെ എല്ലായിടത്തും മാറ്റി നിർത്തിയെങ്കിലും വളരെ അത്ഭുതകരമായി മാതാവിനെ ഇറ്റലിയിലെത്തിച്ചു. പിന്നെ ഞങ്ങൾ ചെന്നത് പിന്നെ 2 മാസം കൂടിയേ ഉള്ളൂ. അന്നേരം എൻ്റെ ഈ കേസ് വളരെ റിസ്ക് ഉള്ളത് കാരണം അവിടെ വത്തിക്കാൻ്റെ കീഴിലുള്ള ഒരു മെഡിക്കൽ സംഘം 15-20 ഡോക്ടേഴ്സ് അടങ്ങുന്ന ഒരു സംഘം ഈ കേസ് ഏറ്റെടുത്തു. അങ്ങനെ അവർ ഈ കേസ് വളരെ കെയറോടുകൂടി അവർ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലുകളിൽ 2 ആഴ്ച കൂടുമ്പോൾ പോയി ഞങ്ങൾ എല്ലാ എക്കോഗ്രാഫിക് സ്കാൻ ചെയ്തു, ഫീറ്റൽ MRI ചെയ്തു, എല്ലാം ചെയ്തു. എല്ലാത്തിലും ഈ കുഴപ്പങ്ങൾ എല്ലാം തന്നെ അവർ പറയുന്നുണ്ട്. പക്ഷേ എല്ലാം അവർക്കൊന്നും ക്ലിയറായി കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറയും. ഞങ്ങൾ അപ്പോഴും ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മുടക്കാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ആ പ്രാർത്ഥന 9 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും എല്ലാ ദിവസവും വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അവർ പറഞ്ഞു, നിങ്ങൾ നോർമൽ ഡെലിവറി ആകാൻ പാടില്ല, ഓപ്പറേഷൻ എടുക്കണം. ഈ 3 കുട്ടികളും നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞു നവംബർ 7-ാം തീയതി കൊച്ചിനെ ഓപ്പറേഷൻ എടുത്തവർ. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർ എന്നോട് പറഞ്ഞു, ഈ കുട്ടി ഒരു കാരണവശാലും കരയില്ല, അവന് ട്യൂബ് ഇടണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ കുട്ടി ഉണ്ടായപ്പോൾ വളരെ അത്ഭുതകരമായി അവന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഈ 3 കുട്ടികൾ കരഞ്ഞതിനേക്കാൾ ഉറക്കെ അവൻ കരയുകയും അവന് ഒരു ട്യൂബ് ഇടേണ്ട ആവശ്യം വന്നില്ല, അവന് ഓക്സിജനും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ എല്ലാ കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പൈന ബൈഫിഡ എന്ന് പറഞ്ഞത് ഓപ്പൺ സ്പൈന ബൈഫിഡ 3 കശേരികൾ ഇല്ല എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ അത് ക്ലോസ് ആയിട്ടുള്ള ഓപ്പൺ ബൈഫിഡ ചെറിയൊരു കുരു പോലെ മാത്രമായി മാതാവ് അതിനെ ചുരുക്കി തന്നു. പിന്നെ തലയുടെ ഓപ്പറേഷൻ, വലിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് അത് ചെറിയൊരു സർജറി പോലെ ആക്കി തന്നു. പിന്നെ കാലിൻ്റേതും അതുപോലെ തന്നെ. പക്ഷേ മാതാവിനെ കൂടുതലായി അറിയാനും മാതാവിൽ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാനുമുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങളുടെ ഈ മോന്. അതുപോലെ ഇതെല്ലാം പിറ്റേ ദിവസം തന്നെ അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. 6 മാസത്തോളം ICU കിടക്കണമെന്ന് പറഞ്ഞ കുഞ്ഞിനെ 1.5 മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ തന്ന മാതാവ് ഡിസംബർ 23-ാം തീയതി ക്രിസ്മസ് സമ്മാനം പോലെ 23-ാം തീയതി തന്നെ ഞങ്ങൾക്ക് ഇവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അങ്ങനെ 23-ാം തീയതി തന്നെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ടെസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വന്നതേ ഉള്ളൂ. അതിന് തന്നെ മാതാവ് ഞങ്ങളെ ഈ കുഞ്ഞിനെ അത്രയേറെ വലിയൊരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിലുള്ളത്. അതുപോലെ അതിനുശേഷം ഞങ്ങൾ ഈ കുഞ്ഞ് ആശുപത്രി കിടന്നപ്പോഴും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി അവൻ്റെ തലയിലും കാലിലും നടുവിലും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ മാതാവിൻ്റെ രൂപം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൻ പെട്ടെന്ന് പിക്കപ്പ് ആകാൻ തുടങ്ങി. ഡോക്ടേഴ്സിന് പോലും ഭയങ്കര അത്ഭുതമായിരുന്നു. വത്തിക്കാൻ്റെ കീഴിലുള്ള ആ ഡോക്ടേഴ്സ് അവർ വളരെ ഈശോയും മാതാവ് ആ ഡോക്ടേഴ്സിലൂടെ പ്രവർത്തിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. വളരെയധികം കെയറോടുകൂടി അവർ കുട്ടികളെ നോക്കി, മോനെ നോക്കി. അങ്ങനെ ഞങ്ങൾക്ക് ഈ മോനെ ഞങ്ങൾക്ക് കിട്ടി. അത് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ PR ഈ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾക്ക് അടുത്തുള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് കുറച്ച് ഉടമ്പടി ഉപ്പ് തന്നിരുന്നു. ആ ഉപ്പ് ഞങ്ങൾ എന്നാണോ വീട്ടിൽ കൊണ്ടുവന്നത് അന്ന്
അതുപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് മൂലം വളരെയധികം മാറ്റങ്ങൾ ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. വളരെ ഒരു പോസിറ്റീവ് എനർജി ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതുപോലെ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എവിടെ പോയാലും ഈ PR-ൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് 7 വർഷമായിട്ട് വളരെയധികം PR കിട്ടാതെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നതെന്നു അത് ഞങ്ങൾക്ക് ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6 മാസം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക. പക്ഷേ 12 ദിവസം കൊണ്ട് മാതാവ് അപ്പോയിൻമെൻറ്റ് തന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു, ഫിംഗറിൻ്റെ അപ്പോയിൻമെൻറ്റ്. അങ്ങനെ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് നടന്ന് കിട്ടി. പിന്നെ ഈ പ്രഗ്നൻസി ഞാൻ ആയപ്പോൾ എനിക്കൊരു ഷോക്ക് വന്നു ശരീരത്തിൽ. എന്ത് ഇലക്ട്രിക് സാധനം ഞാൻ തൊട്ടാലും എനിക്ക് എൻ്റെ ശരീരത്തിൽ ഷോക്ക് അടിക്കും. എൻ്റെ ഫോൺ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല, പിന്നെ സ്വിച്ചിലൊന്നും എനിക്ക് തൊടാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ മോളെ കൊണ്ടാണ് ഞാൻ സ്വിച്ച് ഇടുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരു രാത്രിയിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അത് പിറ്റേ ദിവസം തൊട്ട് അത് കുറയാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കൊണ്ട് അത് പൂർണ്ണമായി മാറിക്കിട്ടി. പിന്നെ ഉടമ്പടിയിൽ വെച്ച എൻ്റെ പപ്പായുടെ ചേട്ടൻ്റെ മകന് 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നായിരുന്നു. അവർക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ അവൾ 5 മാസം ഗർഭിണിയാണ്. അതുപോലെ തന്നെ മമ്മിയുടെ അനിയത്തിയുടെ മോൻ്റെ വിസയുടെ കാര്യവും അതും ഞങ്ങൾക്ക് റെഡിയായി കിട്ടി. ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ, ഉടമ്പടി പേപ്പറുകൾ, ഉടമ്പടി ഞങ്ങൾ ഇറ്റലിയിൽ കുറേ പേർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾ ഇതേ മാതാവിനെക്കുറിച്ച് പറയുകയും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കാരുണ്യ പ്രവർത്തികൾക്കായി പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനിയും മാതാവിൻ്റെ ഈ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഉടമ്പടി പുതുക്കിക്കൊണ്ട് എന്നും മാതാവിനോട് വിശ്വയോടൊപ്പം തുടർന്ന് ഉടമ്പടിയിലൂടെ ജീവിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം.